അനുവിന്റെ ഗെയിമില് കുറച്ചെങ്കിലും ഗെയിം സ്പോയിൽ ചെയ്തത് ആ പ്ലാച്ചിയാണോ? ഇല്ല, അത് ഞങ്ങളൊക്കെ ഞാൻ അതിനടുത്ത് ദൂരെ മതിലിനപ്പുറത്ത് എറിയാന്ന് വിചാരിച്ചതാ. ജയിലിൽ നിന്ന് എടുത്ത് ഒറ്റ കൊടുത്തില്ലേ? അതൊക്കെ കൊടുത്തു ഞാൻ പിന്നെ ആദ്യം ഇത് മറ്റേ കയറിൽ കെട്ടി തൂക്കിയിട്ട് കഴുത്തിൽ കെട്ടാൻ നോക്കിയത്. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നാമതേ ഞാൻ പ്രശ്നക്കാരനാണ്, പിള്ളേരൊക്കെ 2 ദിവസം കൂടി ചിത്രീകരിച്ചു. അപ്പൊ ഞാൻ ഇനി കഴുത്തിനും കൂടെ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ വേണ്ട, ഒരു പാവയെ കൊന്ന എന്നൊക്കെ പറഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ കാലിൽ കെട്ടി തൂക്കിയിട്ട് അതൊക്കെ ഒരു തമാശയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. പ്ലാച്ചിയിൽ കൂടോത്രം ഉണ്ട്. പ്ലാച്ചി ഇങ്ങനെ അനു ഇങ്ങനെ എന്തോ ഇങ്ങനെ വന്നിട്ട് അത് ചുമ്മാ അത് ശരത്തേട്ടൻ പോയി. പിന്നെ ജിസേലിനെ കഴിഞ്ഞ നീ അടുത്ത ആഴ്ച പോകൂടി എന്ന് പറഞ്ഞ് പ്ലാച്ചി ആയിട്ട് ജിസേൽ ഔട്ടായി. ഒന്നുമില്ല, അതൊക്കെ ചുമ്മാ, അതൊക്കെ നമ്മളതൊക്കെ തമാശയായിട്ട്. പിന്നെ അന്ന് പറഞ്ഞ കേട്ടല്ലോ, കാല് തൊട്ട് അനു ആക്കിയതിനു ശേഷം എനിക്ക് അത് ഈ പറഞ്ഞേ അവിടെ കൊറേ കോമഡി ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ നമ്മൾ കാണാത്തത്. അപ്പൊ ഞാൻ ഈ പറയുന്ന നമ്മുടെ ശൈത്യ അവിടെ ഇരുന്നപ്പോ ഞാൻ 2 ദിവസമായിട്ട് ഞാൻ എനിക്ക് ഇച്ചിരി വയ്യായ്മ ഉണ്ട്. നമ്മള് ഫുഡൊക്കെ കറക്റ്റ് അല്ലല്ലോ. അപ്പൊ വയ്യായ്മയുടെ പുറത്തൊക്കെ ഞാൻ ഇങ്ങനെ മാറി നിന്നപ്പോ പുള്ളിക്കാരി ആയിരുന്നപ്പോ എന്റെ എന്ത് പറ്റി വലിയൊരു അപ്പൊ ഞാനിത് വെറുതെ ശൈത്യം ഇത് 2 ദിവസം ഓണല്ല കാര്യങ്ങളൊന്നും, ഒരു തളർച്ച. എന്ത് പറ്റി ഒന്നുമില്ല, അത് ഞാനും ശ്രദ്ധിക്കുകയാണ് നിങ്ങൾ. 2 ദിവസമായിട്ട് ചേട്ടൻ എന്തൊക്കെയോ ശൈത്യം ഒരു പൊട്ടിക്കൊച്ചാന്ന് തോന്നുന്നു. 2 മാറ്റങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അനുവിന്റെ കാലൻ അന്ന് അനു ഞാനൊരു വഴക്കുണ്ടായില്ല, അതിനുശേഷമാണ് ഈ ഡൗണൊക്കെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആണോ, എന്നാ എന്തെങ്കിലും ഇണ്ടാവും, എന്തെങ്കിലും കാര്യങ്ങളാണോ എന്നാ പറഞ്ഞ് അങ്ങനെ ഒരു അതെല്ലാം ഒരു ഫണ്ണായിട്ട് പറഞ്ഞു. ലാലേട്ടൻ പിറ്റേ വീക്കെൻഡിൽ ആ വിഷയം എടുത്ത് ഇട്ടപ്പോഴാണ് ഞങ്ങൾ അതിനൊരു അപ്പോഴും ഞങ്ങൾ അത് തമാശയായിട്ട് എടുത്തത്. ഈ ശൈത്യ നീ കട്ടപ്പനൊക്കെ വിളിക്കുമെങ്കിൽ ആളൊരു പാവമാണ്. ശൈത്യ വെറും പാവമാണ്. ശൈത്യ കുറച്ച് നാൾ ഈ പറഞ്ഞ അനുവുമായിട്ട് കൂട്ടുകൂടി നടന്നപ്പം ഞങ്ങളൊക്കെ പറഞ്ഞു, നീ ഇത് ഇത്ര ശരിയല്ല, നീ എന്തിനാ അവളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യിക്കണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ശൈത്യ അഭിപ്രായങ്ങൾ പറയേണ്ടടുത്ത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അഭിപ്രായങ്ങൾ പറയുകയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത് തന്നെയാണ് ശൈത്യം നിന്നത്. അതെ. ഈ അക്ബർ അല്ലാതെ അക്ബറിനെ ആര്യനെയും നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ളവരായിരുന്നു, അവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുവാണെങ്കിൽ അതിലൊരു ഫേവറേറ്റ് വണ്ണിനെ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഗെയിമർ എന്നുള്ള രീതിയിൽ ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റുമോ? അനീഷിനെ കുറിച്ചിട്ട് എന്താണ്? അനീഷ് നല്ലൊരു പേഴ്സണാണ്. അനീഷ് നന്നായിട്ട് അവിടെ ഗെയിം ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ള ഒരാളെയാണോ ചോദിച്ചത്? ബെസ്റ്റ് ഗെയിമർ എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ചേട്ടന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ വേണമെങ്കിലും പറയാം. ജിസേൽ ഔട്ടായി ഗെയിമർ ആയിരുന്നു. ജിസേൽ ഔട്ടായി. ഇപ്പോ ഉള്ള ഒരു ഇപ്പൊ ഞാൻ ഔട്ടാവുന്ന സമയത്തിന് മുമ്പൊക്കെ ആണെങ്കിൽ പോലും ഈ വൈൽഡ് കാർഡ് അല്ല, ബാക്കിയുള്ള എല്ലാവരും നന്നായിട്ട് അവരവരെ ഗെയിം കളിക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പം ഷാനവാസൊക്കെ ആണെങ്കിലും അക്ബർ ആണെങ്കിലും ഇപ്പോ ഈ പറഞ്ഞ ആര്യനാണെങ്കിലും ബിന്നി ആണെങ്കിലും അനുമോളാണെങ്കിലും എല്ലാവരും അവരവരുടെ ഏരിയ അവരൊരു വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു താരതമ്യം ചെയ്യാനായിട്ട് ഇപ്പൊ പറ്റില്ല ഇല്ല. കാര്യം എല്ലാവരും കണ്ണിങ് ആണ്, എല്ലാവരും വലിയ ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ് അവരുടെ അഭിപ്രായങ്ങൾ പറയും കാര്യങ്ങൾ ചെയ്യുന്നത്. ആദില നൂറ അവരായിട്ട് എങ്ങനെയായിരുന്നു ഒരു ബോണ്ടിങ്? ഒരു പാവം നമ്മള് പിള്ളേരല്ലേ, വലിയ സ്നേഹമുള്ള ആൾക്കാരാണ് രണ്ടുപേരും. എനിക്കൊരു പ്രത്യേക ഇഷ്ടം അവരുടെ അടുത്തുണ്ട്, രണ്ടുപേരടുത്തുണ്ട്. എന്താ പറയാ, എപ്പോഴും അവര് ഇറങ്ങിയാലും ഒരു ചേട്ടൻ എന്ന രീതിയിൽ എപ്പോ വേണമെങ്കിലും വീട്ടിലേക്ക് വരാൻ പറ്റും. അതെ, അല്ല അവര് നല്ല നല്ല പിള്ളേരാണ്. ഗെയിമിന്റെ ഭാഗമായിട്ടൊക്കെ കുറുക്കുട്ടടിക്ക് കളിക്കാറുണ്ട്, പക്ഷെ നല്ല പിള്ളേരാണ്. ആരാണ് അതിനകത്ത് മറ്റേ ക്ഷിപ്രകോപിയും പെട്ടെന്ന് തണുക്കുന്ന ആളും? ഈ ആദിലാണോ നൂറയാണോ? രണ്ടുപേരില്ല. ആദില പെട്ടെന്ന് ദേഷ്യം വന്നാലും പെട്ടെന്ന് ഇതാവും, പാവമാണ്. നൂറയോ? കുറച്ച് ടഫാണ് നൂറ ആ കാര്യത്തില്, എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പാവമാണ്, മാറി നിന്നിരിക്കുകയൊക്കെ ചെയ്യും. ഭയങ്കര ഒരു ഏറ് പിടിച്ചാലും മാറി നിന്ന് കുറച്ച് ചെയ്യുകയൊക്കെ ചെയ്യും, പാവമാണ്. നമുക്കൊരു കുഞ്ഞു സെഗ്മെന്റിലോട്ട് പോവാം. ഓക്കെ, ഞാനൊരു എന്താ പറയാ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം, അത് ഏത് കണ്ടസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇയാൾ കേറുന്ന കപ്പലിൽ ഞാൻ കേറില്ല, ഇയാൾ ഉണ്ടെങ്കിൽ ആ കപ്പൽ മുങ്ങും. ആര് വേണമെങ്കിലും, നിങ്ങളുടെ സീസൺ ഫുള്ളുള്ള ആര് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സീസൺ ഫുള്ളൊന്നും ഇല്ലായിരുന്നു, ഒരു 2 ആഴ്ച ഉണ്ടായിരുന്നു, 2 ആഴ്ച കുറവേ ഉണ്ടായിരുന്നു. മസ്താനി കയറുന്ന കപ്പലിൽ ഞാൻ കയറൂല, ഞാനെന്നല്ല ആരും കയറാൻ ആഗ്രഹിക്കൂല. ഞാൻ മാത്രം, ജീവനിൽ ഭയമുള്ളവരാരും. ഓക്കെ, അല്ല ഒരു കപ്പലാകുമ്പോ ആ കപ്പലിനെ ഒരേപോലെ കണ്ട് ആ കപ്പലിലുള്ള മനുഷ്യരെയൊക്കെ മനസ്സിലാക്കി ഓരോരുത്തരും പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇതിൽ പോണ്ടേ. അദ്ദേഹത്തിന്റെ എവിക്ഷൻ കണ്ടതോടുകൂടി അപ്പാനി ചേട്ടൻ കർമ്മ
എന്നത് റിയൽ ആണെന്ന് വിശ്വസിച്ചോ? അല്ല, അല്ലെങ്കിൽ ഞാൻ കർമ്മയെ വിശ്വസിക്കുന്ന ആളാണ്. കുറെ ട്രോളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്കമാലി ഡയറീസിനകത്തില് നിൽക്കുന്ന പോലെ, ഇതേപോലെ ഇതിന്റെ ഫ്രണ്ടില് നിപ്പുണ്ടെന്നുള്ള രീതിയിൽ, വാ നീ ഇറങ്ങി വാ എന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാല് അതൊക്കെ തമാശയായിട്ട് പോയി. സ്റ്റിൽ വേറെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് പൈസ കൊടുത്ത് അപ്പാനി വിട്ട ആളുകളാണ് എന്നൊക്കെ എയർപോർട്ടിൽ നിന്ന് തൂക്കാനായിട്ട്. എന്ത് തോന്നി? എന്തിനാ പൈസ കൊടുത്ത ആളെ നിർത്തിട്ട് എനിക്കങ്ങ് പോയാ പോരെ? എനിക്കെന്താ പേടിയാ? എനിക്ക് അങ്ങനെ എൻ്റെ ആവശ്യം, ഞാനങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. മസ്താനിക്ക് അതൊരു പേടിച്ചിട്ടായിരിക്കും മസ്താനി പറഞ്ഞ അങ്ങനെയൊക്കെ ഒരു പേടിയുള്ള. ഞാനത് അവിടെ കളഞ്ഞു. ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഔട്ടായി പുറത്തു വന്നതിന് ശേഷം, ഔട്ടായ ആ നിമിഷം തൊട്ട് മസ്താനിയുമായിട്ടൊന്നും എനിക്ക് ഒരു തരത്തിൽ പോലും എൻ്റെ സബ്ജക്റ്റേ അല്ല. എൻ്റെ മുന്നിലോട്ടുള്ള ഒന്നിനും ഒരു സബ്ജക്റ്റ് അല്ല. പിന്നെ ഇടയ്ക്ക് എന്തോ പറഞ്ഞാൽ കേട്ടു, ഞാനും കേട്ടു ഇതിനെക്കുറിച്ച്. എയർപോർട്ടിൽ എന്തോ മീഡിയക്കാരെയൊക്കെ ഞാൻ കാശ് കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. മീഡിയക്കാരൊക്കെ എത്ര വർഷം കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നില്ലേ അവരൊക്കെ. ഞാൻ അങ്ങനെ ചെയ്താൽ പോലും അവരത് അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ ഒരിക്കലും. എന്താണ് ഇവർ ഈ മീഡിയക്കാരെ കുറിച്ചൊക്കെ, ഇവിടെ മസ്താനിയെ പുറത്ത ഒരാള്, മസ്താനി ഒന്നുമില്ലെങ്കിലും ഇതേ മീഡിയ ലെവലിൽ ജീവിച്ചു എന്നൊരാളല്ലേ. അങ്ങനെ എല്ലാ മീഡിയക്കാരെയും ഒറ്റ ദിവസം കൊണ്ട് മോശക്കാരാക്കാൻ മസ്താനിക്ക് എങ്ങനെ സാധിക്കും? ശരിയല്ലേ? ഇതേ മീഡിയക്കാരെ ഇടയിലല്ലേ മസ്താനി വന്നേ. അപ്പോ അതേ മസ്താനി ഈ മീഡിയക്കാരെ കുറിച്ച് എന്താണ്? അങ്ങനെ ഒരിക്കലും നിങ്ങൾ തന്നെ പറയൂ, അങ്ങനെ മീഡിയ സുഹൃത്തുക്കൾ അങ്ങനെ ചെയ്യില്ല. അവർ ഒരിക്കലും ചെയ്യില്ല. എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ ചെയ്യില്ല. അത് മസ്താനിക്ക് ഉറപ്പില്ലാത്തത് ചിലപ്പം മസ്താനി അത്രയും നാള് നിന്നത് അതേ ഇൻഡസ്ട്രിയിൽ നിന്നൊരാളാണ്. അതേ ഇൻഡസ്ട്രിയിൽ നിന്നൊരാളെ എന്നെ അങ്ങനെ പറയുന്നതാണ് തെറ്റ്. അല്ലാതെ ഒന്നുമല്ല. അതിൽ ഞാൻ ഈ മീഡിയ സുഹൃത്തുക്കളോട് ഞാൻ ക്ഷമ ചോദിക്കുക ആ സമയത്ത്. കാര്യം ഞാൻ കാരണം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവരുടെ ഇടയിലേക്ക് ഉണ്ടായതിന് ഞാൻ എൻ്റെ മീഡിയ സുഹൃത്തുക്കളോട് ഞാൻ സോറി പറയണം. അങ്ങനെ ഒരിക്കലും മസ്താനി അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അവരും പറയില്ലല്ലോ ആരും ചെയ്തെന്ന് അങ്ങനെ പറയില്ല. എത്ര ദ്രോഹം ചെയ്തവരോടാണല്ലോ അങ്ങനെ ചെയ്യില്ല. എന്തിനീ എൻ്റെ ആവശ്യം ഉണ്ടാവും? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഔട്ടായി ഇറങ്ങിയ ശേഷം എനിക്ക് ബിഗ് ബോസിൽ അകത്തുണ്ടായ ഒരു വിഷയത്തിനെ കുറിച്ചും ഞാനത് ഭയങ്കരമായിട്ട് വിഷയങ്ങളായിട്ട് കൊണ്ട് നടക്കുന്നില്ല. ബിഗ് ബോസുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂകളിൽ വരുമ്പോൾ ആ വിഷയം സംസാരിക്കാതെ പിന്നെ വേറെ ഏത് വിഷയം സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ വിഷയം സംസാരിക്കണമെന്നേ ഉള്ളൂ. അതെ, ഇയാളുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ്. അക്ബർ ഉണ്ടെങ്കിൽ എനിക്കൊരു ഭയങ്കര ധൈര്യമാണ്. അത് ബിഗ് ബോസ് എന്നല്ല, ജീവിതത്തിലും അങ്ങനെ പറയാൻ പറ്റുമോ? അയ്യോ, അതിപ്പോ എങ്ങനെ പറയാൻ പറ്റും? പുറത്തിറങ്ങട്ടെ, ആദ്യം ഇറങ്ങട്ടെ. എന്നാലും ആഗ്രഹമുണ്ട്. അക്ബറും ആര്യനും എൻ്റെ നല്ല സുഹൃത്താണ്, ജിസയിലെ സുഹൃത്താണ്. അക്ബർ എൻ്റെ ലൈഫിൽ എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണണം എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അതെ.